എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മഷ്റൂം വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അധികം ഗ്രേവി ഒന്നുമില്ലാത്ത ഒരു നല്ല നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ചോറിന് കൂടി കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മഷ്റൂം വെച്ചിട്ടുള്ളതാണെന്ന് ആദ്യം പറഞ്ഞു. കൂണ് നമുക്ക് എല്ലാവർക്കും അറിയാം, കൂണിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാം കൂണ് കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് മഷ്റൂമിന്. അതായത് ചില രോഗങ്ങൾക്കൊക്കെ മഷ്റൂമൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറയും. അതായത് ഈവൻ ക്യാൻസർ ഉള്ള പേഷ്യൻസിന് വരെ ഇത് നല്ലതാണ്. പ്രോട്ടീൻ റിച്ച് ആണ്, കാലറി കുറവാണ്, അതുപോലെ തന്നെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മഷ്റൂം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് മഷ്റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാം അതെങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഈ മഷ്റൂം തന്നെ പലതരത്തിലുള്ള മഷ്റൂം ഉണ്ട്. ഞാനിത് കൊണ്ടുവരാനായിട്ട് ഓർഡറൊക്കെ ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ചത് ഇത് ബട്ടൺ മഷ്റൂം അതായിരിക്കും, ഇങ്ങനെ ബഡ് പോലെ ഇരിക്കും, അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ലുലു മാളിൽ നിന്ന് അത് മേടിച്ചിട്ടുണ്ട് മുമ്പ്, കുറേ നാൾ മുമ്പാണ്. പക്ഷേ കൊണ്ടുവന്നപ്പോൾ ഇത് ഓയിസ്റ്റർ മഷ്റൂമാണ്. ഇങ്ങനെ വെളുത്ത് നല്ല ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ്. മറ്റേ ബട്ടൺ മഷ്റൂം പോലെയല്ല, ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും നല്ല ഗുണമുള്ളതാണ് കേട്ടോ. മറ്റേ രണ്ടും നല്ലതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഓയിസ്റ്റർ മഷ്റൂമാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഇത് എൻ്റെ വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഇത് നല്ലതാണല്ലോ, ഇതിന് ഇത്രയൊക്കെ ഗുണമുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. വരും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതുപോലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുകൂടി കമൻ്റായിട്ട് ഇടണം. എങ്കിലേ എനിക്ക് നല്ല ഇതാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. അതുപോലെ തന്നെ എനിക്കും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. മഷ്റൂം എടുത്തിട്ടുണ്ട്, 170 ഗ്രാമാണ് ഇതുള്ളത്. ഇത് നല്ലപോലെ ഇനി കഴുകിയെടുക്കണം. 2 മീഡിയം സൈസ് സവാള നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 പച്ചമുളകും അതും ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മഷ്റൂം നമ്മൾ ഇവിടെ ഈ ഒരു ചോപ്പിംഗ് ട്രേയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ചെറിയ പീസസ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. മഷ്റൂം ഫുള്ളും നമ്മൾ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 5 കാഷ്യൂ നട്ട് എടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അധികം പുളിയില്ലാത്ത ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മഷ്റൂമിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി കൂടി, അത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കും. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി അതുപോലെ 2-3 അല്ലി എടുത്തിട്ട് ഇതിൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയാൽ മതി. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കണം.
ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. നമ്മുടെ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം നല്ലപോലെ കുറച്ചും വയ്ക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി അതൊരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി ഗരം മസാല നമുക്കൊരു 1/4 ടീസ്പൂൺ മതി. ഇതൊക്കെ ഈ മസാലയുടെ പൊടികളൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഒരുപാട് എരിവൊക്കെ വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. ഞാനിവിടെ അത്ര അധികം എരിവ് ആവശ്യമില്ല. പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടേ ഞാൻ മുളക് പൊടി ചേർക്കുള്ളൂ. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മളിവിടെ തക്കാളി, ഒരു ടൊമാറ്റോ എടുത്തിരുന്നല്ലോ, അത് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താണ് വെച്ചിരുന്നേ. അത് ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി തക്കാളിയുടെയും പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് ഇതിലിട്ട് വഴറ്റി കൊടുക്കണം. വാട്ടർ കണ്ടന്റ് മുഴുവൻ പോയി കിട്ടണം. തക്കാളിയിലുള്ള ജലാംശം മുഴുവൻ പോയി കഴിയുമ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ മഷ്റൂമിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും. കാരണം മഷ്റൂമിന് അങ്ങനെയാണ്. ഇതിനകത്ത് തന്നെ ധാരാളം വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം ഇറങ്ങി വന്ന് നല്ലതുപോലെ ഇത് കുക്കായിക്കോളും. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോരായത് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ പാനിൻ്റെ നടുക്കിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇതിനകത്തുനിന്ന് വെള്ളം വന്നേക്കുന്നുണ്ടോ? കണ്ടോ, ഈ മഷ്റൂമിനകത്ത് തന്നെ ധാരാളം വെള്ളമുണ്ട്, ജലാംശമുണ്ട്. കണ്ടോ, അത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതിൽ കിടന്ന് വെന്തോളും. കണ്ടോ, നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വന്നിട്ട് അതൊരു വിധം ഒന്ന് വലിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ
കറി എന്തിൻ്റെങ്കിലും കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, അധികം ഗ്രേവി ഇല്ലാതെ. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി കൂടി ആക്കാനായിട്ട് കാഷ്യൂ നട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ടാണ് അരച്ചത്. ഒരു 5 കാഷ്യൂ നട്ട് അരച്ചു, അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. എങ്ങനെയായാലും ഒരുപാട് വെള്ളം പോലത്തെ കറിയല്ല ഇത്, ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു കറിയായിട്ടാണ്. ഇപ്പം നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. ചപ്പാത്തി, പൂരി, പൊറോട്ട, അപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. ഒന്നടച്ചു വെച്ചേക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു അല്പം നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ച് കുക്ക് ചെയ്തത്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ, അതും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം പഞ്ചസാര, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അത്രയും തന്നെ കഷ്ടിയുള്ളൂ, അത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതുപോലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുകൂടി കമൻ്റായിട്ട് ഇടണം. എൻ്റെ മഷ്റൂം വെച്ചിട്ടുള്ള കറി കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബട്ടൺ മഷ്റൂമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ലുലു മാളിൽ നിന്ന് മേടിച്ച് അത് വെച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പൂരി ആയാലോ അപ്പം ആണെങ്കിലോ ഏത് വേണമെങ്കിലും കഴിക്കാം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു നല്ല ഓപ്ഷനാണ് മഷ്റൂം. അതായത് നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അതായത് മാംസാഹാരം കഴിക്കുന്നതിന് പകരം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.